ഭർത്താവിനെ രക്ഷിക്കാനുള്ള അവളുടെ സമർപ്പണവും ആവേശവും കണ്ട് മിഥുൻ പോലും അതിശയിച്ചു പോയി. ആന്റി പറഞ്ഞതൊക്കെ കേൾക്കുമ്പോ ഇത് കുറച്ച് ഓവറായിട്ട് തോന്നുന്നില്ലേ? അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യോ? അതിന് വേറെ ഒരിടത്തും അന്വേഷിക്കണ്ട. എന്റെ മരുമകള് മേഘന അങ്ങനെയായിരുന്നു. അവള് മിഥുനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എല്ലാരും മറന്നുപോയോ? മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മേഘന അവളുടെ ജീവൻ എത്ര തവണ പണയം വെച്ചിട്ടുള്ളതാ. ആരും തെല്ലൊന്നും അടിച്ചു നിൽക്കുന്ന എത്രയോ കാര്യങ്ങൾ അവള് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ മറന്നു. നിന്നെ പോലുള്ളവര് മാത്രമല്ല, മേഘനയെ പോലുള്ളവരും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ എത്ര പ്രളയം വന്നാലും നമുക്ക് പിടിച്ചു നിൽക്കാനാവുന്നതും ഈ ഭൂമി നിലനിന്ന് പോകുന്നതും. ഇത് കണ്ടോ, ഇതാണ് ഞങ്ങളുടെ അർജുൻ അങ്കിൾ. അച്ഛാ, എന്ത് പറ്റി അച്ഛാ? എന്താ സങ്കടപ്പെട്ടിരിക്കുന്നേ? ഒന്നുമില്ല ചക്കി. ഒന്നില്ലെന്ന് പറഞ്ഞ ഞാൻ അങ്ങ് വിശ്വസിക്കോ? അച്ഛന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. പുറത്തേക്കൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെന്നേ ഉള്ളൂ അല്ലേ? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ ചക്കി? സത്യമായിട്ടൊന്നുമില്ല അച്ഛാ? സത്യമായിട്ടും ഒന്നുമില്ല. എന്നാ പിന്നെ ഒന്ന് ചിരിച്ചോണ്ട് പറഞ്ഞൂടെ? എന്തിനാ ഇങ്ങനെ മുഖവും കുത്തി വീർപ്പിച്ചോണ്ട് സാഡ് ആയിട്ട് എന്നോട് പറയുന്നേ? സത്യമായിട്ട് ഒന്നുമില്ല ചക്കി. ഐ എം വെരി വെരി നോർമൽ. ഓക്കെ ഓക്കേ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ വിവേക്, ചേച്ചിയെ ഞാൻ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്ന്? അപ്പൊ ഒന്നും വിശ്വസിച്ചില്ല. ഇനിയെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്ക്. എന്റെ ചേച്ചി ജീവനോടെ ഉണ്ട്. അന്ന് ഞാൻ കണ്ടതും ചേച്ചി തന്നെയാ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ചാരു. എല്ലാവരെയും പോലെ ഏട്ടത്തി മരിച്ചു എന്ന് തന്നെ ഞാനും കരുതിയത്. പക്ഷേ ഏട്ടത്തി ജീവനോടെ ഉണ്ടെന്നും വീണ്ടും നമ്മളെ തേടി ഏട്ടത്തി എത്തുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും നാളും ചേച്ചിയെ നഷ്ടപ്പെടുത്തി ഞാൻ കിടന്ന് പെടയായിരുന്നു. ചേച്ചി ഇല്ലാണ്ടായതോടുകൂടി എന്റെ ജീവിതം നരക തുല്യമായി മാറുകയായിരുന്നില്ലേ? അതിന്റെ പേരിൽ ദൈവത്തെ ഞാൻ എത്ര പഴിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം എന്നെ ചതിച്ചിട്ടില്ല വിവേക്. അതുകൊണ്ടല്ലേ ചേച്ചിയെ വീണ്ടും എന്റെ കൺമുമ്പിൽ എത്തിച്ചത്. പക്ഷെ ചേച്ചി എന്തിനാ നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയത്? എവിടേക്കായിരിക്കും പോയത്? ഏട്ടത്തി എന്തുകൊണ്ടാ പോയെന്ന് എനിക്കറിയാൻ ചാരു. നിനക്കറിയാന്നോ? പിന്നെന്താ നീ എന്നോട് പറയാതിരുന്നേ? യഥാർത്ഥത്തിൽ എന്തിനാ ചേച്ചി നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോയേ? അതൊക്കെ ഞാൻ നിന്നോട് ഒരിക്കൽ പറഞ്ഞുതരാം. പക്ഷേ ഇവിടെ ഒരു കാര്യം എനിക്ക് പിടികിട്ടുന്നില്ല. എന്താ അത്? ഏട്ടത്തി ഇതേ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നിന്റെ കൺമുന്നിൽ എത്തിപ്പെടുകയും ചെയ്തു. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കുന്നേ? ഒന്നുമില്ലെങ്കിലും ഏട്ടത്തിക്ക് നിന്നെ കാണാനെങ്കിലും വന്നൂടായിരുന്നോ? ഞങ്ങളുടെ കാര്യം പോട്ടേന്ന് വെക്കാം. നിന്നെ പോലും കാണാൻ വരാതിരുന്നതിൽ എന്തോ കുഴപ്പമില്ലേ? ശരിയാണല്ലോ വിവേക്, നീ പറയുമ്പോഴും ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത്രയേറെ സ്നേഹിച്ച മിഥുനേട്ടനെ ഉപേക്ഷിച്ചിട്ട് എങ്ങനെ പോവാൻ കഴിഞ്ഞു? എന്നെയും എന്റെ അനുജനെയും കുറിച്ച് ഒരു ചിന്തയില്ലാണ്ട് ഞങ്ങളെ രണ്ടുപേരും ഉപേക്ഷിച്ച് ഇത്രയും കാലം ചേച്ചി എങ്ങനെ ജീവിച്ചു? ഇതൊന്നും ഓർമ്മയില്ലാത്തതുപോലെ, നമ്മൾ ആരും അല്ലാത്തതുപോലെ എന്തിനാ അർജുന്റെ വീട്ടിൽ താമസിക്കുന്നേ? നമ്മുടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഏട്ടത്തിയെ കാണണം. ശരിയാണ് വിവേക്, നീ വണ്ടി പെട്ടെന്ന് വിട്. വിവേക്,
ചേച്ചി ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അരുണിമ ആന്റിയോട് പറയുകയാണെങ്കിൽ ആന്റിക്ക് സന്തോഷാവല്ലേ? ഫോൺ ചെയ്ത് പറയട്ടെ. ചാരു ചാരു, നീ ഒന്ന് നിന്നേ. നീ എടുത്തു ചാടി ഇപ്പൊ ഒന്നും ചെയ്യല്ലേ. എന്തുപറ്റി വിവേക്? കാരണങ്ങളില്ലാതെ ഒരു കാര്യവും മേഘനടുത്ത് ചെയ്യില്ല എന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? ഏകദേശം ഇപ്പൊ 5 വർഷങ്ങൾ കഴിഞ്ഞിട്ടും, അതും നമ്മുടെ സ്വന്തം നാട്ടിൽ തന്നെ ഉണ്ടായിട്ടും, ഏട്ടത്തിയമ്മ എന്തുകൊണ്ടായിരിക്കും നമ്മളാരെയും കാണാൻ വരാതിരുന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണം. അതിന് ഏട്ടത്തിയെ നേരിട്ട് കാണണം. കാര്യങ്ങളെല്ലാം ഏട്ടത്തിയോട് ചോദിച്ചറിയണം. എന്നിട്ട് മതി എന്തെങ്കിലും ചെയ്യുന്നതൊക്കെ. മനസ്സിലായല്ലോ? പിന്നെ മേഘനെ, നമ്മൾ വിചാരിച്ചതുപോലെ മിഥുന്റെ കൂടെ ഇരുന്ന് നീ ഈ പൂജ പൂർത്തീകരിച്ചിരിക്കുക. ഓരോ ചടങ്ങിനും മിഥുന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പൂജ ഒരു വിജയമായി തീർന്നു. എനിക്ക് ഉറപ്പുണ്ട് മോളെ, ഈ പൂജയുടെ ഫലം പൂർണ്ണമായി നിനക്ക് കിട്ടിയിരിക്കും. ചേച്ചി, എങ്ങനെ ഇരിക്കുന്നു മേഘനേച്ചി? എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാരു. നിനക്ക് സുഖാണോ മോളെ? എന്റെ ചേച്ചി എന്റെ കൂടെ അല്ലാത്തപ്പോ ഞാൻ എങ്ങനെ സുഖമായിരിക്കും? സ്നേഹം എന്താണെന്ന് എന്നെ പഠിപ്പിച്ച വ്യക്തിയല്ലേ എന്നിൽ നിന്ന് അകന്നു പോയത്. ചേച്ചി മരിച്ചു പോയെന്ന് അറിഞ്ഞപ്പോ തൊട്ട് ഒരൊറ്റ ദിവസം പോലും എനിക്ക് മനസമാധാനത്തോടെ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എനിക്കെല്ലാം അറിയാൻ ചാരു. അങ്ങനെ നമുക്ക് തമ്മിൽ മറക്കാനാവോ? എന്നെ ഓർത്ത് നീ എത്രമാത്രം പെടയുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാനിവിടുന്ന് പോയതിനു ശേഷം നീയും ഇതിനും ഒറ്റയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം. കൂടെ ഇല്ലെങ്കിലും ഞാൻ ഓരോ ക്ഷണവും നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മോളെ. നിന്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നു ചാരു. ചേച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ നിന്റെ വീട്ടിൽ വന്നിരുന്നു ചാരു. ചാരു അല്ലേ? നിങ്ങളുടെ സാന്നിധ്യം മാത്രമല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ചായ പോലും എന്റെ ചേച്ചി ഉണ്ടാക്കിയത് പോലെയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. താങ്ക് യു. കൈയെത്താത്ത ദൂരത്താണെങ്കിൽ പോലും ആ സൂര്യൻ ഭൂമിക്ക് പ്രകാശം നൽകുന്നത് പോലെ എന്നിൽ നിന്നും അകന്നു കഴിഞ്ഞുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ചേച്ചി. ഇത് എന്റെ ചേച്ചിക്ക് മാത്രമേ കഴിയൂ. മേഘനടുത്തി, എന്താ എന്റെ മേഘനടുത്തേക്ക് പറ്റിയത്? എവിടേക്കാ ഏട്ടത്തി പോയത്? ഏട്ടത്തി എന്തിനിങ്ങനെ ഒരു അജ്ഞാതവാസം നടത്തി? ചേച്ചി പറയേച്ചി, പറയേ. എന്തിന്റെ പേരില ചേച്ചി ഞങ്ങളെ വിട്ടു പോയേ? എന്തിനാ ചേച്ചി ഞങ്ങളെ വീണ്ടും കാണാൻ പോലും ശ്രമിക്കാഞ്ഞ്? അരികെ തന്നെ ഉണ്ടായിട്ടും എന്തിനാ ചേച്ചി ഞങ്ങളിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞത്? പറയടത്തി,
എന്റെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും വിട്ടു പോവാനോ അവരുടെ എല്ലാ സ്നേഹവും കരുതലും വേണ്ടെന്ന് വെക്കാനോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല വിവേക്. അതിനൊരു വലിയ കാരണമുണ്ട്. എന്താ ചേച്ചി അത്ര വലിയ കാരണം? മഞ്ജരി. മഞ്ജരിയോ? അതെ ചാരു, അന്നെന്താ സംഭവിച്ചെന്നറിയോ? ഇന്നെനിക്ക് ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുക. എന്റെ ജീവിതം ഇങ്ങനെ കുളം തോണ്ടിയ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. അതിലാദ്യം ബലിയാടാവുന്നത് അരുണിമാന്റെ ആയിരിക്കും. നിനക്ക് എന്താ വേണ്ടത്? ഞാൻ എന്ത് ചോദിച്ചാലും നീ തരുവോ? പക്ഷെ മിഥുനേട്ടന്റെ അമ്മയ്ക്ക് ഒരിക്കലും പേരുദോഷം ഉണ്ടാവാൻ പാടില്ല. ഒരു തരത്തിലും നീ അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അങ്ങനെ നടക്കണമെങ്കിൽ നീ മിഥുന്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോണം. നന്ദൻ കുടുംബത്തിൽ നിന്നും കണ്ണെത്താ ദൂരത്തേക്ക് ആരും കാണാത്ത വിധം മറഞ്ഞു പോണം. ആ സംഭവത്തിൽ നിന്ന് മിഥുനേട്ടന്റെ അമ്മയെ രക്ഷിക്കാനും നന്ദൻ കുടുംബം പെരുവഴിയിലേക്ക് ഇറങ്ങാതെ രക്ഷപ്പെടുത്താനും വേണ്ടി മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല ചാരു. മഞ്ജരി അന്ന് പറഞ്ഞതെല്ലാം അതേപടി അനുസരിക്കേണ്ടി വന്നു. നിങ്ങളിൽ നിന്നെല്ലാം അകന്നു പോവേണ്ടി വന്നു. ആ മഞ്ജരി ഇത്ര വലിയ ക്രൂരയായിരുന്നു. മിഥുനേട്ടനെയും ചേച്ചിയും തമ്മിൽ പിരിക്കാൻ എത്ര വലിയ ചതിക്കുഴി അവൾ ഒരുക്കിയേ. ശരിയാണ് ചാരു. സ്വാർത്ഥ ലാഭങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഏട്ടത്തിയെ അവൾ നമ്മളിൽ നിന്ന് അകറ്റി. വല്യേട്ടനെ തൻ്റെ സ്വന്തമാക്കുന്നതിന് വേണ്ടി നമ്മുടെ കുടുംബം അവൾ ഛിന്ന ഭിന്നമാക്കി. ഇക്കാര്യങ്ങളെല്ലാം ആ പ്രവീൺ മാധവ് വല്യമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു. വല്യമ്മ അതെല്ലാം എന്നോട് പറയുകയും ചെയ്തു. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാ നിങ്ങൾ മഞ്ജരി ഇങ്ങനെ സഹിക്കുന്നത്? മിഥുനേട്ടനെയും മേഘനേച്ചി ഇത്രയേറെ ദ്രോഹിച്ചവള് എന്തിനാ നിങ്ങൾ എപ്പോഴും കുടുംബത്തെ കയറ്റി പാർപ്പിച്ചിരിക്കുന്നത്? പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ വല്യമ്മ കാരണമാണ് മഞ്ജരിയുടെ അമ്മയുടെ ജീവൻ പോയെന്നുള്ള കുറ്റബോധം കാരണം അവളെ ഇറക്കിവിടാൻ വല്യമ്മയ്ക്ക് സാധിക്കുന്നില്ല. മഞ്ജരിയെ ഇറക്കിവിടാൻ വല്യമ്മയ്ക്ക് കഴിയുന്നില്ല. അത് മാത്രമല്ല, വല്യേട്ടനും ഒരിക്കൽ മഞ്ജരി അത്രയേറെ സ്നേഹിച്ചതല്ലേ. എന്നെങ്കിലും ഒരിക്കൽ വല്യേട്ടന് മഞ്ജരിയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായാൽ ആ കല്യാണത്തിലൂടെയെങ്കിലും വല്യമ്മ പ്രാശ്ചിത്തം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ മഞ്ജരി ഇത്രയേറെ ദ്രോഹങ്ങൾ നമുക്കെതിരെ ചെയ്തിട്ടും അതുകൊണ്ടാണ് വല്യമ്മ എല്ലാം ക്ഷമിക്കുന്നത്. ചേച്ചി അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. ചേച്ചി എന്തിനാ അർജുന്റെ വീട്ടിൽ താമസിക്കുന്നത്? അവിടെ എല്ലാവരും ചേച്ചി അവിടുത്തെ ഒരു അംഗമായിട്ടാണല്ലോ കാണുന്നത്. എങ്ങോട്ട് പോകണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ നിന്നിരുന്ന സമയത്ത് ആ വീടും വീട്ടുകാരും എനിക്ക് ആശ്രയം തന്നത്. ആരും അറിയാതെ തല ചായ്ക്കാൻ ഒരിടം കിട്ടിയത് അവിടെയായിരുന്നു. ആ അമ്മയും മോനും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പോലും ഇന്നുണ്ടാവില്ലായിരുന്നു. ആശ്രയം തന്നു എന്ന് മാത്രമല്ല, അവളെ സ്നേഹവും കരുതലും എല്ലാം എനിക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ ചിക്കുവും ചേച്ചിയും? ചിക്കു മിഥുനേട്ടനും എനിക്കും ജനിച്ച ഞങ്ങളുടെ കുഞ്ഞാണ് ചാരു. ഇപ്പൊ ചേച്ചി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ളതും ചിക്കു ചേച്ചിയുടെ മോനാണെന്നുള്ളതും അരുണിമ ആന്റിയോട് പറഞ്ഞു കഴിഞ്ഞാ ആന്റി ഒരുപാട് സന്തോഷിക്കും. ചേച്ചി വാ, നമുക്ക് പറയാം. അരുത് ചാരു. അതെന്താണ് ചേച്ചി? എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്നായിരുന്നെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് എന്റെ ഓർമ്മ തിരിച്ചു കിട്ടിയ അന്ന് തന്നെ ആവായിരുന്നു. നിങ്ങളുടെ മുന്നിൽ വന്ന് ഞാൻ നിന്ന ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞ അതോടെ മഞ്ജരി നന്ദൻ കുടുംബത്തെ മൊത്തം കുളം തോണ്ടിയേനെ. സകലതും അവള് ചുട്ടെരിച്ച് കളഞ്ഞേനെ. മഞ്ജരിയുടെ അമ്മയുടെ മരണത്തിന് കാരണം മിഥുനേട്ടന്റെ അമ്മയെന്ന് പറഞ്ഞ് അമ്മയെ അവൾ ഉറപ്പായിട്ടും ജയിലിലേക്ക് പറഞ്ഞയച്ചേനെ ചാരു.
അതോടുകൂടി നന്ദൻ കുടുംബത്തിന്റെ അന്തസ് സമൂഹത്തിന് മുന്നിൽ കത്തിച്ചാമ്പലാവും. അങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാലം നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞത്. എന്നും പറഞ്ഞ് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആരും അറിയാണ്ട് ജീവിച്ചു തീർക്കാൻ പോവാ. ഒരിക്കലും ഇനി മിഥുനേട്ടന്റെ ജീവിതത്തിലേക്കും ചേച്ചി തിരിച്ചു വരില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അറിയില്ല ചാരു, ഭാവി എന്താ എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നതെന്ന് അറിയില്ല. ഈ ദശാസന്ധി കഴിയുന്നത് വരെ ആരും ഇതറിയരുത്. മുന്നറിയിപ്പില്ലാതെ കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് കയറിയ അതോടെ നന്ദൻ കുടുംബത്തെ മുച്ചൂട് നശിപ്പിച്ചു കളയാം മഞ്ജരി. അമ്മയെ കുരുത്തി കൊടുത്തോണ്ട് എനിക്കൊരു ജീവിതം വേണ്ട. അങ്ങനെ പറയരുത്, ഞാൻ സമ്മതിക്കില്ല. ചേച്ചി ജീവനോടെ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞേ പറ്റൂ. മിഥുനേട്ടന്റെ ഭാര്യയായി വീണ്ടും ചേച്ചി ആ വീട്ടിലേക്ക് ചെല്ലണം, അവിടുത്തെ മരുമകളായി ജീവിക്കണം. ചാരു, വിട്ടിത്തം വിളിച്ച് പറയരുത്. മഞ്ജരി ഏത് തരക്കാരിയാണെന്ന് എനിക്കറിയാം. എന്നെ കണ്ടു എന്ന് നിങ്ങൾ രണ്ടുപേരും ആരോടും പറയില്ല എന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. അങ്ങനെ പറയില്ല ഏട്ടത്തി. പറഞ്ഞു മനസ്സിലാവില്ലേ നിനക്ക്? എന്നെ കോടി പതിപ്പിച്ച് നിലത്ത് കിടത്തുന്നത് കാണാൻ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളെ കേൾക്കണ്ട. പണിക്കിറങ്ങുന്നേ, പൂജയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞില്ലേ? എല്ലാം പൂർണ്ണമായിരിക്കണു. പക്ഷേ ഈ ഹോമകുണ്ടത്തിൽ നിന്ന് കിട്ടിയ ഭസ്മം മിഥുന്റെ നെറുകയിലിട്ടാലേ പൂജ പൂർണ്ണമാകൂ. പൂജയ്ക്ക് വച്ചിരിക്കുന്ന കങ്കണെടുത്ത് നിന്റെ കൈകൊണ്ട് നീ മിഥുന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. അത് നടന്നാൽ മാത്രമേ പൂജയുടെ ഫലം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. മിഥുന്റെ അപകടത്തെ അവൻ അതിജീവിക്കാൻ സാധിക്കണമെങ്കിൽ ഞാനീ പറഞ്ഞതെല്ലാം നടക്കണം. പണിക്കിറങ്ങുന്നേ, ഞാൻ എങ്ങനെയാണിപ്പോ മിഥുനേട്ടന് ഭസ്മം ചേർത്ത് എന്റെ കൈകൊണ്ട് കങ്കണം കെട്ടുക? വേറെ വഴിയില്ല. ഇത് പ്രയാസമുള്ള കാര്യമാണെന്നറിയാം, പക്ഷെ ചെയ്യാതെ പറ്റില്ല. മിഥുന്റെ സാന്നിധ്യത്തിൽ ഈ പൂജ പൂർത്തിയാക്കാൻ എല്ലാ പിന്തുണയും തന്ന ദൈവം ഈ ചടങ്ങുകൂടി നിർവഹിക്കാൻ നിന്നെ തുണയ്ക്കാതിരിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. എങ്ങനെ ഇതിനൊരു വഴി കണ്ടെത്തുമെന്നാണ് ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. ചേച്ചി, മിഥുൻ എന്താ പറ്റിയത്? ഇന്ന് ഞങ്ങൾ രണ്ടുപേരും അമ്പലത്തിൽ വെച്ച് കണ്ടത് ആരോടും പറഞ്ഞു മനസ്സിലാക്കി തരാനാവുന്നത്. എന്തുപറ്റി മഞ്ജരി? നിന്റെ ഏത് കപ്പല നടുക്കടലിൽ മുങ്ങിയേ? നേരം വെളുക്കും മുമ്പ് എങ്ങനെങ്കിലും ആ കപ്പൽ പുറത്തെടുക്കാൻ എന്താ വഴിയെന്ന് ആലോചിക്കും പോലുണ്ടല്ലോ നീ. കപ്പല് മുങ്ങിയതായിരുന്നെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കായിരുന്നു ആന്റി. ഇതിപ്പോ മിഥുൻ അമ്പിനും വിലനും അടുക്കാത്ത അവസ്ഥയായിരിക്കും. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായ മഞ്ജരി? ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരു സ്ത്രീ സ്വന്തം ഭർത്താവിന് വേണ്ടി എന്തോ പ്രകടനം കാണിച്ചതിന് അവന്റെ മോന്തിരിക്കുന്നുണ്ടോ? പക്ഷേ മിഥുന് വേണ്ടി ഞാൻ എത്രമാത്രം പാടുപെടുന്നുണ്ടെന്ന് എന്തുകൊണ്ടാവും മനസ്സിലാക്കാത്തത്? അതെനിക്ക് അറിഞ്ഞൂടാ മഞ്ജരി. ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടും ഒരു മിഥുനെ വളയ്ക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. നിന്റെ പഴയ പ്രയോഗങ്ങൾ മാറ്റിവെച്ച് പുതിയ വല്ല രീതിയോ ഉണ്ടോന്നൊന്ന് ശ്രമിച്ചു നോക്ക്. ഇല്ല ആന്റി, പ്രയത്നങ്ങളും പ്രയോഗങ്ങളും എല്ലാം എന്നേ കഴിഞ്ഞു പോയതാ. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കും. എന്റെ പൊന്നു തമ്പുരാനെ, മിഥുനെ കളയാൻ പോവാണോ നീ? മനസ്സ് മാറ്റി വേറെ വല്ല കല്യാണത്തിന് തയ്യാറാവാൻ പോവാണോ? മിഥുനെ ഞാൻ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാണ് ആന്റി. ഈ ജന്മം ഇനി അവനോടൊപ്പം മാത്രമുള്ളതാ. മറ്റൊരാളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ അങ്ങ് വിട്ടുകളയോ ഞാൻ? പിന്നെ എന്ത് ചെയ്യാനാ മഞ്ജരി നിന്റെ ഭാവം? എത്രയും പെട്ടെന്ന് വിവേകിന്റെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തണം. നീ എന്തിനാ അത് ഇതും കൂടെ കൂട്ടിക്കിട്ടുന്നത്? വിവേകിന്റെ കല്യാണവും നീയുമായിട്ട് എന്താ ബന്ധം? മിഥുന്റെയും എന്റെയും കല്യാണം നടത്താൻ എനിക്കൊരു നല്ല വേദി വേണം. വിവേകിന്റെ കല്യാണത്തിന് മിഥുൻ എന്തിന് നിന്റെ കഴുത്തി താലി കെട്ടണം? അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക്